ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനമായ വിശ്വാസത്തിൻ്റെ ഭാഗമായ ബലിമൃഗങ്ങളെ അറുക്കുന്നതിനെതിരെ വ്യാപകമായ ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ചും ഡൽഹിയിൽ ജൈന സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ വാട്സാപ്പിലൂടെ ഒരു പ്രചാരണം നടത്തുകയും അവർ മുസ്ലിംകളായി ഡിസ്ഗൈസ് ചെയ്തുകൊണ്ട് ഈ മാർക്കറ്റിലെത്തി 100-ൽ പരം ബലിക്ക് വേണ്ടി എത്തിച്ച കന്നുകാലികളെ മേടിച്ചു കൊണ്ടുവരികയും എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ പ്രചാരണം നടത്തുകയും ഞങ്ങളിതാ ഈ ബലിമൃഗങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും അതിനെ ചില കോണുകളിൽ നിന്നുള്ള ആളുകൾ ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിലാണ് നമ്മുടെ സ്വരാ ഭാസ്കർ, ബോളിവുഡ് അഭിനേത്രി, ഇത്തരം വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾക്ക് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന സ്വരാ ഭാസ്കർ ഇതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഇത് മോചിപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിനെ ഏറ്റെടുത്ത് അതിൻ്റെ ഇനി ഭാവിയും കൂടെ നോക്കണമെന്നവർ പറയുകയും ഒക്കെ ചെയ്തു. ഈ പാല് കൂടുതലായി കഴിക്കുന്നതിലൂടെ ഈ കുഞ്ഞിൻ്റെ ആഹാരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പോസ്റ്റൊക്കെ വീണ്ടും സ്വരാ ഭാസ്കറുടെ. അപ്പോൾ ഈ സ്വരാ ഭാസ്കറിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങൾ ഏതൊക്കെ നിലക്കാണ് ഈ വിഷയത്തെ ചൂടുപിടിപ്പിക്കുന്നെന്നുള്ളതും കൂടിയാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. ജിംസ്, എന്ത് തോന്നി സ്വരാ ഭാസ്കറിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രചാരണങ്ങൾ കണ്ടപ്പോൾ? ഈ ഇന്ത്യയിലെ വെജിറ്റേറിയനിസം, ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ലോകത്ത് രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ ലോകത്ത് വീഗനിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വീഗനിസവും ഇന്ത്യയിലെ വെജിറ്റേറിയനിസവും രണ്ടാന്ന് പറയാൻ കാരണം, വീഗനിസം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ അവരെ ഭക്ഷണമാക്കാതിരിക്കുക, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്താണ്, മൃഗങ്ങളോടുള്ള കരുണ കൊണ്ടുണ്ടായി വരുന്നൊരു വികാരമാണ്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവർ ലെതർ വസ്ത്രങ്ങൾ ഉപയോഗിക്കില്ല, ഈവൻ ഡയറി പോലും ഉപയോഗിക്കാതെ, മീൻസ് പാലുൽപ്പന്നങ്ങൾ പോലും ഉപയോഗിക്കാതെ, അതായത് മൃഗങ്ങൾ ഒരു തരത്തിൽ മൃഗങ്ങളോടുള്ള കരുണയും സ്നേഹവും കൊണ്ട് വീഗനായി മാറുന്ന ആളുകളാണ് ലോകത്ത്. അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. അത് ശരിയാണ്, കമ്പിളി ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ ഇന്ത്യയിലെ അങ്ങനെയല്ല. ഇന്ത്യയിലെ വെജിറ്റേറിയൻ സംസ്കാരം എന്ന് പറയുന്നത് വീഗനിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയിലെ വെജിറ്റേറിയൻ സംസ്കാരം എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ജാതിയാണ്. അതുകൊണ്ടാണ് ഈ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് ഹോട്ടലുകളുടെ മുമ്പിൽ എഴുതി വയ്ക്കുന്നത്. കൊണ്ടാണ് മറ്റത് പ്യുവർ വീഗനിസം എന്ന് അവർ പറയാറില്ല. ഞങ്ങളത് പ്യുവർ വീഗനിസം അല്ല. ഇവിടെ എന്താണ്, ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ എന്ന് എഴുതി വയ്ക്കുകയും അതിൽ പാലൊഴിച്ച് ചായ കുടിക്കുകയും ഈവൻ ഓംലെറ്റ് വരെ കഴിക്കുന്ന വെജിറ്റേറിയൻസ് ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. ഓംലെറ്റൊക്കെ ആവാം എന്ന് പറയുന്നത് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വെജിറ്റേറിയനാണ്, ബട്ട് ഓംലെറ്റ് കഴിക്കും എന്ന് പറയും, പാല് കുടിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്യുവർ എന്ന് ചേർക്കുന്നതോടെ ഇതൊരു തരം ജാതിയാണ്. ആ ജാതീയമായൊരു ഭക്ഷണ രീതി ഇന്ത്യയിൽ ഉയർന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പഴയ കാലത്ത്, അതായത് ജാതി വളരെ ആധുനിക ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്ത്, ഫ്യൂഡൽ കാലത്ത് ഭക്ഷണം എന്നുള്ളത് ആരുടെയാണ്? ജാതിയിൽ ഉയർന്നവൻ്റെ പ്രിവിലേജാണ്. മണ്ണിൽ പണിയെടുക്കുന്ന ദലിതുകൾ അല്ലെങ്കിൽ പിന്നോക്കക്കാർ, അവർ പണിയെടുത്തുകൊണ്ടുവന്ന് പാട്ടത്തിന് കൊടുക്കുന്ന ജന്മിമാർ ഭൂരിഭാഗവും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഭക്ഷണം ലഭിക്കുന്നത് ആർക്കാണ്? ഉയർന്ന ജാതിക്കാർക്കാണ് ലഭിക്കുക. ഒരു പണിയെടുക്കാതെ അവർക്ക് ഭക്ഷണം കിട്ടും. ഇനി മണ്ണിൽ പണിയെടുക്കുന്ന, അതായത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ എന്താണ് കഴിക്കുക? അവർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു കഴിക്കാൻ കിട്ടില്ല. അവർക്ക് അളന്ന് കിട്ടുന്ന, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുക, മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലിയായിട്ട് കൊടുക്കുക നെല്ലൊക്കെയാണ് കൊടുക്കുക, തൂക്കിയാണ് കൊടുക്കുക. അതുകൊണ്ട് അവൻ്റെ പട്ടിണി മാറില്ല. ആ കിട്ടുന്നതുകൊണ്ട് പോയി അരി വെച്ചാലും അവന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ്റെ അടുത്ത വഴി എന്താണ്? അവർ വളർന്ന മൃഗങ്ങളെ, കോഴിയാവട്ടെ, ആടാവട്ടെ, ഇനി പശുവോ പോത്തൊക്കെ ആവട്ടെ, അവർ വളർന്ന മൃഗങ്ങളെ അവർ ഭക്ഷിക്കുന്നു. അത് അവർ കഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതൊരു ഹൈ പ്രോട്ടീനുള്ളതാണ്. മാംസഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീനാണ്. മീൻ പിടിക്കുന്നു, പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നു, അത് കഴിക്കുന്നു. അവർക്ക് കടലയുണ്ട്, പയറുണ്ട്, അരിയുണ്ട്. അവർക്കപ്പോൾ ന്യൂട്രീഷൻ വളരെ കൃത്യമാണ്. അവർക്കത് ഒരു പണിയെടുക്കാതെ അവർക്കവിടെ കിട്ടുന്നുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ കാട്ടിൽ പോയി വേട്ടയാടിയോ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് മീൻ പിടിച്ചോ, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൊന്നോ ഭക്ഷിക്കേണ്ടി വരുന്നു. അവർക്കും ഭക്ഷണം ലഭ്യമല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം, അതായത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽത്ത് സർവേ ഉണ്ടല്ലോ, അത് അനുസരിച്ച് ഇന്ത്യയിലെ 70% മുകളിൽ മനുഷ്യരും മാംസഭുക്കുകളാണ്, അല്ലെങ്കിൽ മിശ്രഭുക്കുകളോ ആണ്. ഇന്ത്യയിലെ 30%, ഇപ്പോൾ ഇതിൻ്റെ അളവ് ഉയർന്നിട്ടുണ്ട്. 2004 മുതൽ 2024 20 വർഷത്തിനുള്ളിൽ 4-5% പേർ വെജിറ്റേറിയനായി മാറുന്നുണ്ട്. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ബഹുഭൂരിഭാഗം മനുഷ്യരും ഇന്ത്യയിൽ ജാതി മത ഭേദമന്യേ ബഹുഭൂരിഭാഗം മനുഷ്യരും നോൺ വെജാണ്, എല്ലാ ഭക്ഷണവും കഴിക്കുന്നവരാണ്. ഇനി വരുന്ന 30%, ആ 30%ത്തിൽ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ 20 വർഷത്തിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 4-5% പേർ കൂടിയിട്ടുണ്ട്. ആ കൂടുന്നത് എവിടെയാണ്? ഈ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ്സിലാണ്. അർബൻ മിഡിൽ ക്ലാസ്സിൽ മുമ്പുണ്ടായിരുന്ന മാംസഭക്ഷണ ശീലം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ, ഞാൻ വീഗൻ എന്ന് ഉപയോഗിക്കില്ല വാക്ക്, വെജിറ്റേറിയൻ ആവുന്നതിൻ്റെ ഒരു കാരണം
നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പോസ്റ്റ് ബാബരി കാലഘട്ടത്തിലുണ്ടാകുന്ന അത് ഈ എല്ലായിടത്തും അല്ല ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിലാണ് ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ വെജിറ്റേറിയൻ ആവുന്നത്. അതിൻ്റെ കാരണവും ഈ ജാതി തന്നെയാണ്. അതിൻ്റെ ഒന്ന് ആലോചിച്ചു, നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഉദാഹരണത്തിന് IIT-കൾ, ഉയർന്ന യൂണിവേഴ്സിറ്റികൾ, അവിടെ നമുക്കിത് വളരെ എവിഡൻ്റായിട്ട് കാണാൻ കഴിയും. ഈ വെജിറ്റേറിയൻ ആളുകൾ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം, ആ പേര് തന്നെ പറയാം, ദ ഹിന്ദു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നു, ദി ഹിന്ദുവിൻ്റെ ഹൈദരാബാദ് യൂണിറ്റിൽ ഞാനൊരു സുഹൃത്തിനെ കാണാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ക്യാൻറ്റീനിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, അത് വീട്ടിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്ന് അവിടെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ നോർമലാണ്. അപ്പോൾ ഇത്തരം പ്രാക്ടീസ്, ഇത് ജാതി തന്നെയാണത്, ഇത്തരം പ്രാക്ടീസസ് ഇന്ത്യയിൽ ഈ അർബൻ മിഡിൽ ക്ലാസ്സിനിടയിൽ വളരെ കൂടുതലായി വരികയാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ 4-5% പേർ വെജിറ്റേറിയൻ ഇതിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം. അപ്പോൾ ലോകത്ത് വീഗനിസം വ്യാപിക്കുന്നതും ഇന്ത്യയിലെ വെജിറ്റേറിയൻ കൾച്ചറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് കൂടി വരുന്നത് ജാതി തന്നെയാണ്. ഇപ്പോൾ ഒരു ജെയിൻ സമാജോ ജൈന കൂട്ടായ്മയാണ് ഈ ആടുകളെ രക്ഷിച്ചു എന്ന് പറയുന്നത്. ഇതേ ജെയിൻ കമ്മ്യൂണിറ്റിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പെൺഭ്രൂണഹത്യ നടക്കുന്നത്. അവർക്കിടയിൽ, ജെയിൻ സമാജത്തിനിടയിൽ തന്നെ അവർ തന്നെ അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതായത് ആൺ-പെൺ വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള വളരെ ഒരു മോളിക്കുലാർ മൈനോറിറ്റി എന്ന് പറയാവുന്ന, ഗ്രാനുലാർ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ന്യൂനപക്ഷമാണ് അവർ. അവർക്കിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൺഭ്രൂണഹത്യ നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒന്നും ഒരു പ്രശ്നമില്ല. അതായത് പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന, പെൺഭ്രൂണത്തെ കൊന്നുകളയുന്ന ആളുകൾക്ക് ഈ ഇതിനോട് പ്രശ്നം വരുന്നത്, അതായത് മാംസഭക്ഷണത്തോട് പ്രശ്നം വരുന്നതിൻ്റെ കാരണം ഈ പറയുന്ന എലീറ്റിസമോ കാസ്റ്റിസമോ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറം അതിന് വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് തുറന്ന് പറയാൻ സ്വരാ ഭാസ്കറിനെ പോലുള്ളൊരു ആക്ടിവിസ്റ്റ് കൂടിയായ ഒരു നടി വന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊന്നും ആരും തുറന്നു പറയില്ല, മിണ്ടാതിരിക്കുകയുള്ളൂ. വെജിറ്റേറിയൻ ആണ് നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ സമ്മതിക്കുന്നവരുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻ നല്ലതാണോ നോൺ വെജ് മോശമാണോ എന്നുള്ള ഡിബേറ്റ്, അതിൻ്റെ സയൻറ്റിഫിക് അല്ലെങ്കിൽ ഹെൽത്ത് ആസ്പെക്റ്റിലേക്കല്ല ഈ ചർച്ച പോകേണ്ടത്, ഇതിൽ ജാതിയെക്കുറിച്ചാണ് പറയേണ്ടത്. നമ്മുടെ ഭക്ഷണ രീതികളെ സമീപകാലത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മാറ്റങ്ങൾ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്? അല്ല, അത് ജിംസ് പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വെജിറ്റേറിയൻസിൻ്റെ പെർസെൻറ്റേജിൽ മാറ്റം ഉണ്ടായി എന്നുള്ളത് വളരെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കണക്കാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്വരാ ഭാസ്കർ വിവാദം, അല്ലെങ്കിൽ അത് അവർ വാർത്തയിൽ നിറയുന്നതിൻ്റെ ഒരു ഘടകം നമ്മൾ ശ്രദ്ധിക്കണം. നളിനി ഉജാഗർ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് വ്ളോഗർ, അവർ ട്വിറ്ററിൽ ഒരു കുറിപ്പിടുകയാണ്. ഒരു പനീറും ഫ്രൈഡ് റൈസും ഉള്ളൊരു പ്ലേറ്റിൻ്റെ പടം വെച്ചിട്ട്, ഐ ആം എ പ്രൗഡ് വെജിറ്റേറിയൻ, മൈ പ്ലേറ്റ് ഈസ് ഫ്രീ ഫ്രം ടിയേഴ്സ്, ക്രുവൽറ്റി ആൻഡ് സിൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പ്ലേറ്റ് കണ്ണുനീരിൽ നിന്നും ക്രൂരതയിൽ നിന്നും പാപത്തിൽ നിന്നും സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ ഐ എം എ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം എന്താ? നോൺ വെജിറ്റേറിയൻ സിന്നേഴ്സ് ആണെന്നാണല്ലോ. നോൺ വെജിറ്റേറിയൻസ് അവർ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അവർ കുറ്റം ചെയ്യുകയാണ്, അവർ സിന്നേഴ്സായി മാറുകയാണ്. എന്തൊരു ഭീകരമായ വർത്തമാനമാണെന്ന് ആലോചിച്ച് നോക്കത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതാണ് സ്വരാ ഭാസ്കർ ചൂണ്ടിക്കാണിയത്. പനീറുണ്ട് അവരുടെ. പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പനീർ ബേസിക്കലി ഡയറി പ്രോഡക്റ്റ് അല്ലേ? നിങ്ങൾ പശുവിൻ്റെ കുഞ്ഞിനെ അമ്മയുടെ അകിടിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ടാണ് നിങ്ങൾ ഈ പാലെടുക്കുന്നതെന്നാണ് സ്വരാ ഭാസ്കർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കുയുക്തി ഉണ്ടല്ലോ, മൃഗങ്ങളോടുള്ള ക്രൂരത എന്നൊരു സംഗതി. മൃഗങ്ങളെ അറുക്കുമ്പോൾ അതിൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കാൽപ്പനികവൽക്കരിക്കും, അല്ലെങ്കിൽ പൈശാചികവൽക്കരിക്കും ഈ പറയുന്ന മാംസഭക്ഷണം കഴിക്കുന്നതിന്. ഇതിനെ നമുക്ക് വേറെ നിലക്കെടുക്കാം. ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ വലയെറിയുന്നു, വലയിൽ കുറേ അധികം മീനുകൾ കുടുങ്ങുന്നു, അതിനെ പിടിച്ച് കയറ്റുമ്പോൾ ഈ മീനുകൾ പിടക്കുകയല്ലേ, ജീവന് വേണ്ടി പിടക്കുകയല്ലേ. അപ്പോൾ ഈ കാൽപ്പനികവൽക്കരണം അവിടെ പോകുന്നില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പം പൊങ്ങി വരുന്ന എന്തിനാണ് നളിനി ഉജാഗർ ഈ മെനിയാന്ന് ഈ ട്വീറ്റ് ചെയ്യുന്നത്? അതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. ബലിപെരുന്നാളിൻ്റെ സന്ദർഭമായതുകൊണ്ടാണ്. ഈ റമദാൻ മാസമാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഈ നമ്മൾ പറയല് നവനാസ്തികരും ഇവരും സംഘികളും നിരന്തരമായി ഒരു ഇതുമായിട്ട് വരുമല്ലോ.
സോഡ വെള്ളം കിട്ടിയില്ല, നാരങ്ങ വെള്ളം കിട്ടിയില്ല, മലപ്പുറത്ത് നാരങ്ങ വെള്ളം കിട്ടിയില്ല. ഇത് സ്ഥിരം പാറ്റേൺ അതാണ്. നോമ്പാകുമ്പോൾ നാരങ്ങ വെള്ളം കിട്ടിയില്ല, പെരുന്നാളാകുമ്പോൾ മൃഗങ്ങൾ. അങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. അതാണ് ഈ ജൈൻ വോളണ്ടിയേഴ്സ് ഡൽഹി പോയിട്ട് മുസ്ലിം വേഷത്തിൽ പോയിട്ട് കുറേ അധികം ആടുകളെ മേടിച്ചു അതിനെ രക്ഷപ്പെടുത്തിയെന്നാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മാധ്യമങ്ങൾ കൈരളി TV വരെ അതിന് കൊടുത്ത ഇതാണ് തലക്കെട്ട്. അങ്ങനെയാണ് രക്ഷപ്പെടുത്തി. എന്താണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഓക്കെ, അത് നല്ല മാതൃകയാണെങ്കിൽ ഈ ജൈൻ വോളണ്ടിയേഴ്സിന് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഡൽഹിയിൽ ഓരോ ദിവസവും 100 കണക്കിന് കോഴികൾ അറക്കുന്നുണ്ട്. പെരുന്നാളിന് മാത്രമല്ല, എല്ലാ ദിവസവും. എന്തോരം ചിക്കൻ സ്റ്റാളുണ്ട് ഡൽഹിയിൽ. അവിടെ ഒരു ദിവസം അറുക്കപ്പെടുന്ന കോഴികൾ എത്രയാണ്? ഈ ജൈന സന്യാസിമാരും അവരുടെ വോളണ്ടിയേഴ്സും എല്ലാ ദിവസവും പോട്ടെ, എന്നിട്ട് ഈ കോഴികൾ, ഈ കേസ് കണക്കിന് കോഴികൾ മേടിക്കേണ്ടി വരും. എന്നിട്ട് ഈ കോഴികളൊക്കെ അവരെവിടെ പോറ്റും? ഈ ഉഡായിപ്പ് ചെയ്യുക, അതിനെ ഭയങ്കരമായിട്ട് കാൽപ്പനികവൽക്കരിക്കുക, എന്തോ മഹത്തായ കാര്യം ചെയ്തു. ഇതാണ് നേരത്തെ അജിംസ് പറഞ്ഞ ഇതെന്തോ ഒരു കാൽപ്പനികമായ സംഗതിയാണ്. വെജിറ്റേറിയൻ മാത്രം ഭക്ഷിക്കുക എന്നുള്ള ഭയങ്കര ഉദാത്തമായ കാര്യമാണ്. ഈ പറയുന്ന മീറ്റ് മാംസം കഴിക്കുക എന്നുള്ളത് പൈശാചികമായൊരു സംഗതിയാണ് എന്ന ബോധം ഇവിടെ ഉണ്ടാക്കുകയാണ്. അത് ഈ ജാതിയിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നത്. ഇത് എത്രത്തോളം വെച്ചാൽ കേരളത്തിൽ ഭയങ്കരമായിട്ട് മതേതര വേദികൾ ആഘോഷിക്കപ്പെട്ട സിനിമയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ദൈവനാമത്തിൽ. അതിൽ രംഗം ഓർമ്മയുണ്ട്. വളരെ ഒരു സൽക്കാരം നടക്കുകയാണ് മുസ്ലിം വീട്ടിലെ. അപ്പോൾ ക്യാമറ ക്ലോസപ്പ് ഷോട്ട്സ് വരികയാണ്. എന്താണ്? ഈ പ്ലേറ്റിൽ ഒരു ആട്ടിൻ്റെ തല, ആ ആട്ടിൻ്റെ കണ്ണുകളിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈന്യത, ക്രൂരത എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഇതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മറ്റു രംഗങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഉപയോഗിക്കുന്നൊരു പേഴ്സ്, ഒരു ബാഗ്, ഒരു ഷൂ, ഒരു കമ്പിളി പുതപ്പ്, ഇതിനെല്ലാം ഇങ്ങനെ വായിക്കാമല്ലോ. നമ്മൾ തണുപ്പത്തൊരു കമ്പിളി പുതപ്പ് പുതച്ചുറങ്ങുമ്പോൾ എന്താ ചെയ്യും നമ്മൾ? കൊല്ലപ്പെട്ട ഒരു ആടിൻ്റെ രോദനം നമ്മുടെ കാതുകളിൽ വന്ന് അലയ്ക്കുന്നു എന്നൊന്നും ആരും സിനിമ എടുക്കുന്നില്ല, ആരും പാട്ട് എഴുതുന്നില്ലല്ലോ. ഈ ബീഫ് ഫ്രൈ തിന്നുമ്പോൾ മാത്രം ഈ വികാരം വരുന്നത് എന്താണ് എനിക്ക് മനസ്സിലായത്. ഈ ഷൂ ഇട്ട് നടക്കുമ്പോൾ ഇവരെല്ലാവരും ഈ ജാതി ഷൂ ഒക്കെ ഇട്ട് വലിയ വലിയ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതായി. ഇതിനെതിരെ സെമിനാറിൽ പങ്കെടുക്കുന്നവർ പോലും ഇട്ടിരിക്കുന്ന ഷൂ ലെതറിൻ്റെ ഷൂ ആയിരിക്കും. ലെതർ ആകാശത്തു നിന്നും പൊട്ടി വീഴുന്നതാണ്, മണ്ണിൽ മുളച്ച് പൊങ്ങുന്നതാണ്. ലെതർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഒരു മൃഗത്തെ അറുത്താൽ മാത്രമേ ലെതർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലെതർ ഷൂ ഇട്ട് വന്നിട്ടാണ് ഈ പ്രസംഗം അടിക്കുക. അപ്പോൾ ഇത് വിദണ്ഡവാദമാണ്. പക്ഷേ ഇതിന് നമ്മുടെ നാട്ടിൽ മാർക്കറ്റുണ്ട്. ബലിപെരുന്നാളാകുമ്പോൾ ആ മാർക്കറ്റ് കൂടും. പിന്നെ ഉള്ളത് പെരുന്നാളിൻ്റെ കാര്യത്തിൽ അതൊരു ആചാരത്തിൻ്റെ ഭാഗം കൂടെയാണ്. ആചാരത്തിൻ്റെ ഭാഗമായി മൃഗങ്ങളെ ചുമ്മാ അറുക്കുക, കളയുക, ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ബലിപെരുന്നാൾ അതല്ല നടക്കും. ആ മൃഗങ്ങൾ അത് ഭക്ഷണമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ 5-8 വർഷമായിട്ടുണ്ടായ ട്രെൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ബലിയറുക്കുന്ന ഇതിൻ്റെ അളവ് കുറയുകയും ഇവിടെ ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരെന്താ ചെയ്യുന്നത്? അവർ ഉത്തരേന്ത്യയിലേക്ക് അത് സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ ദരിദ്ര ഗ്രാമങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള ഈ ബലിമാംസത്തിൻ്റെ വിഹിതം പോകുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ബലിയർത്ത് കൊണ്ടുപോകുന്നുള്ളതല്ല, അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബലി നടക്കുന്നത് ഹജ്ജ് വേളയിൽ മക്കയിലാണ്. ആ മാംസം എന്താ ചെയ്യുന്നത്? അത് ക്യാൻ ചെയ്ത് ടിന്നുകളിലാക്കി ആഫ്രിക്കയിലേക്ക് പോകാൻ, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യനൊരു ഭക്ഷണമാണ്. അത് കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അത് വർഷത്തിലൊരിക്കൽ പെരുന്നാളിന് മാത്രം അത് കഴിക്കുന്ന ഗ്രാമവാസികളെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഉത്തരേന്ത്യ എന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഈ പറയുന്ന ഇത് കഴിക്കുന്നവർ സിന്നേഴ്സാണ്, അവർ കുറ്റം ചെയ്യുന്നവരാണ് എന്ന് ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ സ്വരാ ഭാസ്കറിനെ പോലെ ഒരാൾ അതിനോട് പ്രതികരിച്ചു. അവരെല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്നതാണ്. നേരത്തെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ട്വിറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്വിറ്ററിൽ ഈ ജാതി അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് ഒരുപാട് ഇടങ്ങേറിൽപ്പെട്ട ആളാണ്. അവരുടെ ടാർഗറ്റിന് വേറെ ഒരു കാരണമുണ്ട് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, എന്താണ്, ഫഹദ്, ഈ പറയുന്ന CAA പ്രക്ഷോഭകാലത്ത് അതിന് ബോംബെയിൽ നേതൃത്വം കൊടുത്ത പയ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്നു. വളരെ വോക്കലായിട്ട് മോഡിയുടെ നയങ്ങളെ എതിർക്കുകയും അതിനെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും ഈ ബോംബെയിലെ ക്രാന്തി മൈതാനിയിൽ 10,000-കണക്കിന് മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് CAക്കെതിരെ റാലിയൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ ഫഹദിനെ കല്യാണം കഴിച്ചതോടുകൂടി ഈ സ്വരാ ഭാസ്കറിനെതിരായിട്ടുള്ള ആക്രമണം വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ അച്ഛൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. എന്താണ്, സൊസൈറ്റി ഫോർ പോളിസി സ്റ്റഡീസ് പറയുന്നത് ഡൽഹിയിലെ വിഖ്യാതമായ തിങ്ക് ടാങ്ക് ഉണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ തിങ്ക് ടാങ്ക് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തിങ്ക് ടാങ്കുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം.
പക്ഷേ വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള അക്കാദമിക് പഠനങ്ങൾ നടത്തുന്ന ഒരു തിങ്ക് ടാങ്കിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അല്ലാതെ തന്നെ സംഘികൾക്ക് ആക്രമിക്കാൻ ഇഷ്ടം പോലെ വകയുള്ള ഒരാളാണ് സ്വരാ ഭാസ്കർ. അവരാണ് ഈ പറയുന്ന ഈ അഭിപ്രായ പ്രകടനമായിട്ട് പരസ്യമായ രംഗത്തിറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അവരതിനൊക്കെ ഫേസ് ചെയ്യാൻ മാത്രം ശേഷിയുള്ള ഒരാളുമാണ്. അപ്പോൾ ആത്മാർത്ഥമായ മൃഗസ്നേഹമല്ല ഈ പ്രതികരണത്തിന് പിന്നിൽ, ഉദ്ദേശം വിദ്വേഷം തന്നെയാണ്. ആ നിലയ്ക്ക് സ്വരയുടെ സ്വരം ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്.